പശ്ചിമേഷ്യയിൽ അസ്വസ്ഥതകൾ തുടരുകയാണ്. ഇറാൻ-US യുദ്ധം ഒരു തീരുമാനമാകാതെ മുന്നോട്ടു പോകുന്നുമുണ്ട്. ഇപ്പോഴിതാ ചില നിർണായക ഒളിച്ചു കടത്തലിനെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. പ്രതിരോധ കരാറിന്റെ ഭാഗമായി ഏകദേശം 8000 സൈനികരെയും യുദ്ധവിമാനങ്ങളെയും സൗദിയിലേക്ക് അയച്ചിരിക്കുകയാണത്രേ പാകിസ്ഥാൻ. ഇറാനുമായുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സൗദിയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോണുകളും കൈമാറിയതായാണ് വാർത്ത. അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാന്റെ പുതിയ നീക്കം എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം. പാകിസ്ഥാന്റെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കും? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. സൗദി അറേബ്യയ്ക്ക് ആണവ സുരക്ഷാ കവചം ഉൾപ്പെടെയുള്ള സൈനിക പിന്തുണ ഉറപ്പാക്കുന്നതാണ് ഈ രഹസ്യ കരാർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മേഖലയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നാവിക കപ്പലുകളെയും സൈനികരെയും വിന്യസിക്കാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. ഈ നീക്കം മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തിയേക്കാമെന്നാണ് നിരീക്ഷണം. പരസ്പര പ്രതിരോധ കരാറിന് കീഴിൽ 8000 സൈനികരെയും ഒരു സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളെയും ഒരു വ്യോമ പ്രതിരോധ സംവിധാനവുമാണ് പാകിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് പാകിസ്ഥാനിലെ ഉന്നത സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. സൗദി അറേബ്യയ്ക്ക് നേരെ കൂടുതൽ ആക്രമണം ഉണ്ടായാൽ സൗദി സൈന്യത്തെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ശക്തമായ പോരാട്ടശേഷിയുള്ള സേനയാണ് ഇതെന്ന് പാകിസ്ഥാന്റെ 3 സുരക്ഷാ ഉദ്യോഗസ്ഥരും 2 സർക്കാർ വൃത്തങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിന്യാസത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായി പാകിസ്ഥാൻ സൈന്യത്തെയും വിദേശകാര്യ ഓഫീസിനെയും സൗദി അറേബ്യൻ ഗവൺമെന്റ് മീഡിയ ഓഫീസിനെയും സമീപിച്ചിരുന്നുവെങ്കിലും ആരും മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒപ്പിട്ട ഈ പ്രതിരോധ കരാറിലെ മുഴുവൻ നിബന്ധനകളും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്നതാണ് വിവരം. എങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാനും സൗദി അറേബ്യയും പരസ്പരം പ്രതിരോധിക്കണമെന്നാണ് ഈ കരാർ വ്യവസ്ഥ ചെയ്യുന്നത്. സൗദി അറേബ്യയെ പാകിസ്ഥാന്റെ ആണവ സംരക്ഷണത്തിൽ കൊണ്ടുവരുമെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുൻപ് സൂചിപ്പിച്ചിരുന്നു. പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഏപ്രിൽ ആദ്യം സൗദി അറേബ്യയിൽ ഏകദേശം 16 വിമാനങ്ങളടങ്ങുന്ന ഒരു പൂർണ്ണ സ്ക്വാഡ്രനെ പാകിസ്ഥാൻ വിന്യസിച്ചിട്ടുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും ചൈനയുമായി ചേർന്ന് നിർമ്മിച്ച യുദ്ധവിമാനങ്ങളാണ്. കൂടാതെ 2 സ്ക്വാഡ്രൺ ഡ്രോണുകളെയും പാകിസ്ഥാൻ അയച്ചിട്ടുണ്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആവശ്യമെങ്കിൽ കൂടുതൽ അയക്കുമെന്ന ഉറപ്പോടെ ഏകദേശം 8000 സൈനികരെയും ചൈനീസ് HQ-9 വ്യോമ പ്രതിരോധ സംവിധാനത്തെയുമാണ് വിന്യസിച്ചിരിക്കുന്നത്. ഈ സൈനിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ആണെങ്കിലും ഇതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് സൗദി അറേബ്യയാണ്. സൈനിക വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് പ്രാഥമികമായി ഉപദേശക പരിശീലന ചുമതലകളായിരിക്കും ഉണ്ടാവുക. മുൻപത്തെ കരാറുകൾ പ്രകാരം സൗദിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പാകിസ്ഥാൻ സൈനികർക്ക് പുറമെയാണ് ഈ പുതിയ വിന്യാസം വരുന്നത്. പാകിസ്ഥാന്റെ യുദ്ധക്കപ്പലുകൾ സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പശ്ചിമേഷ്യയിൽ ഇറാൻ-US യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ സൗദിയിലെ പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു സൗദി പൗരൻ കൊല്ലപ്പെട്ടതോടെ തുടർന്നാണ് പാകിസ്ഥാൻ സൗദിയിലേക്ക് വിമാനങ്ങൾ അയച്ചതായി റോയിട്ടേഴ്സ് മുമ്പ് റിപ്പോർട്ട് ചെയ്തത്. ഇത് സംഘർഷം വ്യാപിപ്പിക്കുമെന്നുള്ള ആശങ്കകൾ അന്ന് കൂട്ടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ആറാഴ്ചയായി തുടരുന്ന US-ഇറാൻ വെടിനിർത്തലിന് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നതിന് മുൻപായിരുന്നു ഈ സംഭവം നടക്കുന്നതും. ഇതുവരെ നടന്ന US-ഇറാൻ സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ചത് ഇസ്ലാമാബാദ് ആയിരുന്നു. എന്നാൽ തുടർന്ന് നടത്താനിരുന്ന ചർച്ചകൾ ഇരുപക്ഷവും റദ്ദാക്കുകയും ചെയ്തു. സൗദി അറേബ്യയ്ക്കുള്ളിൽ നടന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇറാനെതിരെ പരസ്യപ്പെടുത്താത്ത നിരവധി ആക്രമണങ്ങൾ സൗദി നടത്തിയിരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ചരിത്രപരമായി പാകിസ്ഥാൻ സൗദി അറേബ്യയ്ക്ക് പരിശീലനവും ഉപദേശക സേവനങ്ങളും ഉൾപ്പെടെയുള്ള സൈനിക പിന്തുണ നൽകി വരുന്നുണ്ട്. എന്നാൽ ഇറാനും US-നുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്നതിനിടയിൽ പാകിസ്ഥാൻ നടത്തിയ ഈ പുതിയ നീക്കം രാജ്യത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രതിരോധ മേഖലയിൽ വൻ മാറ്റങ്ങൾക്കൊരുങ്ങുക തന്നെയാണ് പാകിസ്ഥാൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചൈനയുമായി ചേർന്ന് കടലിൽ നിന്നുള്ള ആണവായുധ പ്രഹരശേഷി വികസിപ്പിക്കാൻ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ശ്രമിച്ചതായി ചില വാർത്തകളും പുറത്തു വന്നിരുന്നു. അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുമ്പോഴും ഗ്വാദ നാവിക താവളം ചൈനയ്ക്ക് സ്ഥിരമായി വിട്ടു നൽകിക്കൊണ്ട് ആണവ അന്തർവാഹിനികൾ സ്വന്തമാക്കാനായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. വ്യോമ കരമാർഗങ്ങൾക്കപ്പുറം മൂന്നാമതൊരു സുരക്ഷാ കവചം ഒരുക്കാനാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചതും.
അമേരിക്കയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, നയതന്ത്ര തിരിച്ചടികളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കണമെന്നതായിരുന്നു പ്രധാന ആവശ്യം. എന്നാൽ ഈ ആവശ്യങ്ങൾ അതിരു കടന്നില്ലേ എന്ന സംശയത്തിൽ ചൈന ചർച്ചകളിൽ നിന്ന് പിന്മാറിയതായി രഹസ്യരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ പാകിസ്ഥാൻ ഒരുക്കിയ ഈ വമ്പൻ പ്ലാനുകൾ പരാജയപ്പെട്ടു. പാകിസ്ഥാൻ ഒരേ സമയം ചൈനയെയും അമേരിക്കയെയും തങ്ങളുടെ തന്ത്രപ്രധാനമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നതായാണ് പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ കടക്കെണിയിൽപ്പെട്ടിരിക്കുമ്പോഴും പാകിസ്ഥാന്റെ ഓരോ നീക്കവും പശ്ചിമേഷ്യയിലെ സൈനിക, രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിയുന്നതാണെന്ന് ഇന്ത്യക്കും വ്യക്തമായ ധാരണയുണ്ട്. അതിനാൽ ഇതെല്ലാം കരുതലോടെ തന്നെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്.